ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബെഡിന്റെ ഒരു വർക്കാണ്. ഉന്നക്കിഴക്കാണ്. അപ്പം നമ്മൾ ബെഡിന്റെ വർക്കിൽ കുറെ നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഇതേപോലുള്ള കുറെ സൈസ് ബെഡ്സ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെ ബെഡിൻ്റെ വർക്കിൽ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മളെ അളവിനുള്ള തുണി മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 6 സൈസ് 6 ആണെങ്കിലും 6 ഉണ്ടാവും. 72 ഇഞ്ച് 75 ഇഞ്ച് സൈസുള്ള ബെഡാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് 6 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ തുണിക്ക് നമ്മൾ ബെഡിൻ്റെ വീതിയുടെ അത്ര വീതി കാണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തുണി ഏച്ചെടുക്കണം. അപ്പോൾ നമ്മളിതൊരു 3 പീസ് മുറിച്ചെടുത്തിട്ട് നമ്മളതിനെ ഏച്ചിട്ടാണ് നമ്മൾ വേണ്ട അളവിലേക്ക് മുറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ തുണി മുറിച്ചത് ഏച്ചെടുക്കുകയാണ്. ഏച്ചെടുത്തിട്ട് മുറിക്കുമ്പോൾ നമുക്ക് വേണ്ട കറക്റ്റ് അളവിൽ തന്നെ മുറിച്ചെടുക്കാം. അങ്ങനെ തുണി ഏച്ച് കഴിഞ്ഞു. ഇനി നമുക്കത് വേണ്ട അളവിൽ മുറിച്ചെടുക്കണം. നമുക്കിപ്പോൾ 72 ഇഞ്ച് കിട്ടാൻ നമുക്കതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള ലോസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന അളവും കൂടി കൂട്ടി വേണം മുറിക്കാൻ വേണ്ടിയിട്ട്. അത് കൂടാതെ അതിൻ്റെ സൈഡ് ഭാഗത്ത് വരുന്ന പീസിനും കൂടിയുള്ള അളവ് നമ്മൾ കൂട്ടിയിട്ട് വേണം മുറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുകൾ ഭാഗത്തേക്ക് ഒരു പീസ്, താഴെ ഭാഗത്തേക്ക് ഒരു പീസ്, അങ്ങനെ 2 പീസ് നമുക്കിതിൽ നിന്ന് മുറിച്ചെടുക്കാം. കൂടാതെ ഇതിൻ്റെ സൈഡ് കഷ്ണവും മുറിച്ചെടുക്കണം. അങ്ങനെ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തു. ഇനി വേണ്ടത് നമുക്കതിൽ കള്ളികൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു കിടക്കയ്ക്ക് നമുക്ക് വരിക 8 കള്ളികൾ വിലങ്ങനെയും 9 കള്ളികൾ നീളത്തിലുമാണ് വരിക. അപ്പോൾ 9 × 8 72 കള്ളികളാണ് നമുക്ക് ഈ ഒരു കിടക്കയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ കള്ളികൾ നമുക്കിതിന് മാർക്ക് ചെയ്തെടുക്കണം. ഈ ഒരു കള്ളിയുടെ സൈസ് എന്ന് പറയുന്നത് ഒരു 7 ഇഞ്ച് സൈസിലായിരിക്കും. നമുക്ക് 7 ഇഞ്ച് സ്ക്വയർ സൈസിലായിരിക്കും നമുക്ക് ഈ ഒരു കള്ളി ഉണ്ടാവുക. ചെറിയൊരു മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിയുടെ കിടക്കയുടെ വീതിക്ക് അനുസരിച്ചിട്ട് ചെറിയ പോയിൻറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. അപ്പോൾ നമ്മൾ ആ പോയിൻറ്റുകൾ മാർക്ക് ചെയ്തെടുക്കുകയാണ്. 9 പോയിൻറ്റ് നമ്മളതിൽ മാർക്ക് ചെയ്തെടുത്തു. അതുപോലെ തന്നെ നീളത്തിലാണെങ്കിൽ 8 പോയിൻറ്റ് മാർക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കത് യോജിപ്പിച്ചിട്ട് കള്ളികളാക്കി എടുക്കണം. എല്ലാ കള്ളികളും ഒരേ വലിപ്പം വരത്തക്ക വിധത്തിൽ നമുക്കത് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നീളത്തിൽ വരച്ചെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ക്രോസ് ആയിട്ടുള്ളതും വരച്ചെടുക്കും. അങ്ങനെ നമ്മൾ കള്ളികൾ മുഴുവൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു കള്ളികളായിട്ടുള്ള ഈ കാണുന്ന പോലത്തെ 72 കള്ളികളാണ് നമ്മൾ ഈ ഒരു തുണിയിൽ ഉണ്ടാവുക. ഈ സെയിം തന്നെ നമ്മൾ മറ്റേ തുണിയിലും വരച്ചെടുക്കും കേട്ടോ. 2 ഭാഗത്തും പിന്നെ മുകൾ ഭാഗത്ത് വരുന്ന തുണിയിലും താഴെ ഭാഗത്ത് വരുന്ന തുണിയിലും ഒരു സൈഡിൽ നമ്മൾ ഈ കള്ളികൾ വരച്ചെടുക്കും. ആ കള്ളികൾ വരച്ച ഭാഗം അതിൻ്റെ ഉള്ളിലേക്കായിട്ടായിരിക്കും വരിക. അങ്ങനെ 2 പീസും മുറിച്ചെടുത്തു. അതിൻ്റെ സൈഡ് കഷ്ണവും മുറിച്ചെടുത്തു. ഇനി നമുക്ക് മുറിച്ചെടുക്കേണ്ടത് കോറയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കോറകൾ വെച്ചിട്ടാണ് ഈ കള്ളികളെ തിരിച്ചെടുക്കുക. പോക്കറ്റ്സായിട്ട് അറകളാക്കി തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോറയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വേണ്ട ബെഡിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് ആ ഒരു തിക്നെസ്സിൽ നമ്മൾ കോറ മുറിച്ചെടുക്കുകയാണ്. ഇത് അത്യാവശ്യം കുറച്ച് കനമുള്ളൊരു ബെഡാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു 6 ഇഞ്ച് കനം വരുന്ന ബെഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അന്നപ്പോൾ നമുക്ക് ഈ കോറ അതിനാവശ്യമായിട്ട് ഒരു 4-5 മീറ്ററോളം കോറ ആവശ്യമുണ്ടാവും. അപ്പോൾ 5 മീറ്റർ കോറ നമ്മൾ മടക്കിയെടുത്തിട്ട് അതിനെ വേണ്ട വിധത്തിൽ മുറിച്ചെടുക്കും. ഇത്രയും പീസ് കോറകൾ വേണ്ടി വരും കേട്ടോ നമുക്ക് ഈ ബെഡ് ഉള്ളിൽ മുഴുവനും വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ കോറകൾ ഇനി നമുക്ക് തുണിയിൽ പിടിപ്പിച്ചെടുക്കണം. ആദ്യം ഒരു തുണിയിലേക്കാണ് നമ്മൾ പിടിപ്പിക്കുക. അത് നീളത്തിൽ ഇങ്ങനെ പിടിപ്പിച്ചെടുക്കും. എല്ലാ ലൈൻസും നീളത്തിൽ ആദ്യം പിടിപ്പിച്ചെടുക്കും. അതിന് ശേഷം നമുക്ക് ക്രോസ് വരുന്ന ഭാഗത്ത് വെട്ടി കൊടുക്കണം കേട്ടോ. ഇതിപ്പം നമ്മൾ ആ ഒരു തുണിയിലേക്ക് ആദ്യം പിടിപ്പിച്ചെടുത്തതാണ്. ഇതുപോലെ തന്നെ എല്ലാ ലൈൻസിലും ആദ്യം പിടിപ്പിച്ചെടുക്കും. അതിന് ശേഷം ആ ക്രോസ് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ വെട്ടി കൊടുക്കും. ഇതുപോലെ എല്ലാ ക്രോസിലും നമ്മൾ വെട്ടി കൊടുക്കും. അതിന് ശേഷം ആ ക്രോസായിട്ട് നമുക്ക് കോറ പിടിപ്പിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ക്രോസായിട്ട് പിടിപ്പിച്ച് കഴിയുമ്പോഴാണ് നമുക്കതിനൊരു അറയായിട്ട് മാറുക. ഈ വെട്ടി കൊടുക്കുന്ന ഭാഗത്ത് കൂടെയാണ് നമ്മൾ കിടക്കി നിറച്ചെടുക്കുക കേട്ടോ. നമ്മളിപ്പം ഇതിലേക്ക് പഞ്ഞി നിറയ്ക്കുന്നത് ആ ഒരു വെട്ടി കൊടുത്തിരിക്കുന്ന ഹോൾസിലൂടെയാണ്. അപ്പോൾ നമ്മൾ
ക്രോസായിട്ട് വെട്ടിക്കഴിഞ്ഞു. ഇനി അതിലെ കോറ ഈ എല്ലാ ഭാഗങ്ങളിലും ആ ക്രോസായിട്ട് വരുന്ന ലൈൻസിൽ മുഴുവനും നമ്മളിനി വിലങ്ങനെയുള്ള കോറയും കൂടി പിടിപ്പിച്ച് കൊടുക്കണം. ഇത് അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമുക്കിപ്പോൾ ഈ ഒരു ബെഡ് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 4 മണിക്കൂറോളം സമയമെടുക്കും. അങ്ങനെ ക്രോസ് ആയിട്ടുള്ള ഭാഗങ്ങളിലും കോറ പിടിപ്പിച്ച് കഴിഞ്ഞു. ഈ നമ്മൾ വരച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ മുഴുവനും കോറ പിടിപ്പിച്ചു. ഇനി ആ കോറയെ അടുത്ത തുണിയിലേക്ക് നമ്മൾ പിടിപ്പിച്ചെടുക്കണം. അങ്ങനെ പിടിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ അറകൾ രൂപപ്പെടുക. ഇത് പിടിപ്പിക്കുന്ന സമയത്ത് നീളം വീതിയൊന്നും മാറിപ്പോകാൻ പാടില്ല കേട്ടോ. നീളം വീതിയോ മാറിപ്പോയി കഴിഞ്ഞാൽ ആകെ തെറ്റിപ്പോവും. പിന്നെ നമുക്കത് അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അത്രയധികം സ്റ്റിച്ചിങ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്രയും സ്റ്റിച്ചുകൾ അഴിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ജുക്കി മെഷീനിലുള്ള സ്റ്റിച്ചാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സ്റ്റിച്ചായിരിക്കും. അതുപോലെ സ്റ്റിച്ച് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അതുപോലെ ഉപയോഗിക്കുന്ന തുണിയും നമ്മൾ പാൻ്റ് അടിക്കുന്ന അംടോയുടെ നൂലായിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ നൂലൊന്നും ഒരിക്കലും പൊട്ടിപ്പോവില്ല. നല്ല സ്ട്രോങ് ഉള്ള നൂലാണ്. അങ്ങനെ നമ്മളത് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കത് നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല പ്യുവറായിട്ടുള്ള സിൽക്ക് കോട്ടനാണ് ഉപയോഗിക്കുന്നത്. സിൽക്ക് കോട്ടന് ഈ ഒരു നിറമേ ഉണ്ടാവുള്ളൂ. പ്യുവറായിട്ട് വെള്ള നിറം ഉണ്ടാവില്ല. ചെറിയൊരു മഞ്ഞ പോലത്തെ കളറേ ഉണ്ടാവുള്ളൂ. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും സിൽക്ക് കോട്ടൻ്റെ ബെഡ്. അതുപോലെ വെയ്റ്റ്ലെസ്സും ആയിരിക്കും. ആ ഒരു നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ബാഗ് ഒരു 6 കിലോ വെയിറ്റേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതൊരു തിക്നെസ് കൂടിയ ബെഡായതുകൊണ്ട് ഒരു 5 ചാക്ക് പഞ്ഞിയെങ്കിലും വേണം നമുക്ക് ഈ ഒരു ബെഡ് നിറച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇത് നിറയ്ക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ നമുക്കതിൻ്റെ സെൻറ്ററിലെ കള്ളിയാണ് നിറച്ചെടുക്കേണ്ടത്. സെൻറ്ററിലുള്ള കള്ളി നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഹോൾസിലൂടെ കൈയിട്ടിട്ട് ആ സെൻറ്ററിലുള്ള കള്ളി പിടിക്കണം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് പഞ്ഞി നിറച്ചെടുക്കണം. ഇതുപോലെ തന്നെ എല്ലാ പോക്കറ്റ്സും നമുക്ക് ഇങ്ങനെ മാനുവലായിട്ട് തന്നെ നിറച്ചെടുക്കണം കേട്ടോ. ഓരോ കള്ളിയും പിടിച്ചിട്ട് ആ കള്ളികൾ ഓരോന്നോരോന്നായിട്ട് നിറച്ചെടുക്കണം. ഈ ബെഡിനുണ്ടാവുന്ന 72 കള്ളികളും നമുക്കിതുപോലെ തന്നെ നിറച്ചെടുക്കണം. നല്ല സമയമെടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഈ കിടക്ക നിറയ്ക്കുക എന്ന് പറയുന്നതും. ഏതാണ്ട് ഒരു 8 മണിക്കൂറോളൊക്കെ സമയമെടുക്കും ഒരു ബെഡ് നിറച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു കള്ളി നിറച്ച് കഴിയാറായിട്ടുണ്ട്. ഈ കള്ളിയിൽ നിറയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കോർണറിലും കറക്റ്റായിട്ട് എത്തണം. അല്ലാതെ അടിഭാഗത്തേക്കൊക്കെ നിറയാതെ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റില്ല. മുകൾ ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടിഭാഗത്തൊക്കെ നിറയാതെ ഉണ്ടെങ്കിൽ നമുക്ക് അത് പിന്നെ നിറയ്ക്കാൻ കഴിയില്ല. ആ ഒരു പോക്കറ്റ്സ് നിറച്ച് അതിൻ്റെ അടുത്ത പോക്കറ്റ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്കുള്ള വഴി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിറയ്ക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിച്ചിട്ട് എല്ലാ ഭാഗത്തും പഞ്ഞി എത്തിയിട്ടുണ്ട്, നന്നായിട്ട് ആ കള്ളി നിറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത കള്ളി നിറയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് കിടക്ക ചില ഭാഗത്ത് നിറയാതെ വരും. അങ്ങനെ കംപ്ലൈൻറ്റ് വരും. അങ്ങനെ നമ്മൾ ഈ ഒരു വരി മുഴുവൻ നിറച്ചെടുത്തു. പിന്നെ അടുത്തത് ഇതാ ഇങ്ങനെ നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സൈഡ് മുഴുവനും നമ്മൾ നിറച്ചെടുത്തു. ഇനി തുന്നാൻ ഉണ്ടാവുക നമുക്ക് ആ വായഭാഗമാണ് കേട്ടോ. ഒരു 4 വായഭാഗമുണ്ട്. അത് നമ്മൾ മാനുവലി തന്നെ തുന്നിയെടുക്കണം. നമ്മൾ നൈലോൺ നൂല് ഉപയോഗിച്ചിട്ട് വായഭാഗം അത്യാവശ്യം സ്റ്റിച്ചിങ് കാണാത്ത വിധത്തിൽ തുന്നിയെടുക്കണം. കൈ കൊണ്ട് തന്നെ തുന്നിയെടുക്കണം. അങ്ങനെ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി തിരിച്ചിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇതേപോലെ നിറയ്ക്കണം. ഇനി അത് ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ 2 സൈഡും നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ വായഭാഗം തുന്നിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ബെഡ് റെഡി ആയിട്ടുണ്ട്. ബെഡ് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ പറ്റി പിടിച്ചിരിക്കുന്ന കുറച്ച് പഞ്ഞിയൊക്കെ ഉണ്ടാവും, സിൽക്ക് കോട്ടൺ ഉണ്ടാവും. അതൊക്കെ നമുക്ക് തട്ടിക്കളയണം. നമ്മളത് കംപ്രസറിൽ എയർ അടിച്ചിട്ട് ഊതി കളയാറാണ്. അങ്ങനെ ഊതി കളഞ്ഞതിന് ശേഷവും അതിൽ കുറച്ച് നൂലൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് നൂല് കട്ട് ചെയ്യാൻ കുറച്ച് മറന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഞങ്ങൾ നിറയ്ക്കുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്യും. അല്ലെങ്കിൽ നിറച്ച് കഴിയുമ്പോൾ അങ്ങനെ ആ നൂല് മുഴുവനും കട്ട് ചെയ്ത് കളയും കേട്ടോ. അപ്പോഴേ അത് കിടക്ക വൃത്തിയായി കിട്ടുകയുള്ളൂ.
അങ്ങനെ നൂല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് തുന്നിയെടുക്കണം. ഇതിൻ്റെ സൈഡ് ബൾജായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ടും കിടക്കയ്ക്ക് ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ടും നമ്മൾ ഈ രണ്ട് സൈഡും തുന്നിയെടുക്കും. ഇതുപോലെ നമുക്ക് ഈ കിടക്ക ചുറ്റും തുന്നിയെടുക്കണം. ആദ്യം മുകൾ ഭാഗം ഇങ്ങനെ മാനുവലി ഓരോ കെട്ടായിട്ട് ഇങ്ങനെ കെട്ടി തുന്നിയെടുക്കണം. അതിനുശേഷം അടിഭാഗം തുന്നിയെടുക്കണം. ഈ ഒരു കിടക്ക രണ്ട് ഭാഗം തുന്നിയെടുക്കുമ്പോഴേക്കും ഒരു 2 മണിക്കൂറോളം സമയം എടുക്കും കേട്ടോ. അത്രയും സമയം എടുത്തിട്ടാണ് നമ്മളത് തുന്നിയെടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കയുടെ ഓൾ പ്രോസസ്സ് 5ഉം 8ഉം 2ഉം ഒരു 15 മണിക്കൂർ 16 മണിക്കൂറോളം സമയം എടുക്കും ഒരു ബെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാ പണികളും നമ്മൾ മാനുവലി ചെയ്യുന്നതുകൊണ്ട് ഈ ഉന്നക്കിടക്കയുടെ പണി ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും തുന്നിയെടുത്തു. അങ്ങനെ കിടക്കയുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 പില്ലോയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പില്ലോ ഉണ്ടാക്കിയ വീഡിയോ ഞങ്ങൾ കാണിച്ചിട്ടില്ല. പില്ലോ ആകുമ്പോൾ പിന്നെ വലിയ പണിയില്ലാത്ത കാര്യമായതുകൊണ്ട് കാണിക്കാൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് കാണിച്ചില്ല. പണിയില്ല എന്നല്ല, അത് പിന്നെ നമ്മൾ ആ സൈസിൽ പില്ലോൻ്റെ സൈസിൽ തുണി കട്ട് ചെയ്ത് അടിച്ചിട്ട് പില്ലോ ഇതേപോലെ തന്നെ നിറച്ചെടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ പൊടിയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്തിട്ടാണ് വയ്ക്കാറ്. അങ്ങനെ നമ്മളത് ബെഡ് പാക്ക് ചെയ്യാണ്. ഇതാണ് നമ്മൾ ബെഡിൻ്റെ കൂടെ കൊടുക്കുന്ന പില്ലോ. അപ്പോൾ 6.25 സൈസിൽ 6 ഇഞ്ച് ബെഡാണിത്. അപ്പോൾ നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള പാകമായിട്ടുണ്ട്. അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് പൂർത്തിയായിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മളെ ബെഡ് തന്നെയാണ്. പല ക്ലോത്തിലും പല തിക്നെസ്സിലും പല അളവിലും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്.